കണ്ണൂരിൽ കോടതി നടപടി മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച CPM നേതാവ് പോലീസ് കസ്റ്റഡിയിൽ. പയ്യന്നൂർ നഗരസഭ മുൻ വൈസ് ചെയർപേഴ്സൺ ജ്യോതിയെയാണ് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടത്. കോടതിയിൽ സാക്ഷ്യവിസ്താരം നടക്കുന്നതിനിടെ പ്രതികളുടെ ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു ഇയാൾ. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് അവിടെ കോടതിയിൽ സംഭവിച്ചത്? നീലിമ, തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ധനരാജ് വധക്കേസിന്റെ വിചാരണ നടക്കുകയായിരുന്നു. CPM പ്രവർത്തകനായ ധനരാജ് കൊല്ലപ്പെട്ട കേസിന്റെ വിചാരണയാണ് നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ആ വിചാരണ നടക്കുന്നതിനിടെ സാക്ഷി വിസ്താരം നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടെയാണ് CPM നേതാവും മുൻ പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർപേഴ്സണുമായ ജ്യോതി എന്നയാൾ ഈ കോടതി മുറിയിലേക്ക് വരികയും ആ കോടതി മുറിയിൽ നിന്നുകൊണ്ട് തന്നെ പ്രതിയാക്കപ്പെട്ട BJP പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ അവിടെ നിന്ന് ചിത്രീകരിക്കുകയുമായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ജഡ്ജ് ഉടൻ തന്നെ അവരുടെ ഫോൺ വാങ്ങിപ്പിക്കുകയും തുടർന്ന് പോലീസിനോട് ഇവർക്കെതിരെ കേസെടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയുമായിരുന്നു. തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു നടപടിയാണ് ജഡ്ജിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന്റെ നിർദ്ദേശം ജഡ്ജി നൽകുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഉടൻ തന്നെ തളിപ്പറമ്പ് DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തുകയും ജ്യോതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ പൂർത്തിയാക്കി ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇത് ഈ പ്രതിയാക്കപ്പെട്ട BJP പ്രവർത്തകരുടെ ഫോട്ടോകൾ ഇവർ എന്തിനെടുത്തു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയാണോ ഈ ഫോട്ടോകൾ അല്ലെങ്കിൽ ഇവരുടെ ദൃശ്യങ്ങൾ പകർത്തിയെന്നൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. മറ്റ് CPM നേതൃത്വത്തിനോ മറ്റോ കൈമാറാനാണോ ഈ ദൃശ്യങ്ങൾ പകർത്തിയെന്നൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. ഏതായാലും കൃത്യസമയത്ത് തന്നെ കോടതിയുടെ ശ്രദ്ധയിൽ ഇത് പെടുകയും ഇവർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയുമായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കോടതി ഉത്തരവിടുകയും ചെയ്തത്. ഏതായാലും നിലവിൽ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മിഥുൻ, കണ്ണൂരിൽ കോടതി നടപടി മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച CPM വനിതാ നേതാവ് പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് മിഥുൻ പിള്ള നൽകിയത്.